നമ്മുടെ ശ്രുതി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, വളരെ ശ്രുതിശുദ്ധമായിട്ട് ഇരിപ്പുണ്ട്. അതെന്നെ ആക്കിയതാ കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ തമിഴ് സിനിമയിൽ നിന്ന് ഒളിച്ചോടിയ ഒരു രംഗം അവരിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പാവം കുട്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമയാണ്? ഞാൻ അതിനുശേഷം പിന്നെ ചെയ്യുന്നത് നസീറിന്റെ റോസി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അത് ഈ പറഞ്ഞ പോലെ റിലീസ് ആയിട്ടില്ല, അത് നമ്മൾ ലോ ബഡ്ജറ്റ് മൂവി ആയിരുന്നു. പിന്നെ എനിക്കൊരു നമ്മൾ ചെയ്തു എന്ന് പറയുന്നത് ആസിഫിക്ക നായകനായിട്ട് RJ മാത്തുക്കുട്ടി സംവിധാനം ചെയ്ത കുഞ്ഞൽദോ എന്ന് പറയുന്ന മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക്ഷോപ്പും ഓഡീഷൻസും ഒക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല വർക്കായിരുന്നു. അതിപ്പോൾ തിയേറ്റേഴ്സ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ കലാകാരന്മാരുടെ കഷ്ടകാലം ആയിരുന്നതുകൊണ്ട് ഇപ്പം ഇനി അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ റീസെന്റ് ആയിട്ട് പത്മ എന്ന് പറയുന്ന മൂവി ചെയ്തു, അനൂപ് മേനോൻ സാറിന്റെ. അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ജോളി എന്ന് പറയുന്നത്. നല്ല ക്യാരക്ടറാണ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഉയർന്നു വരട്ടെ. അതെ, ഇൻഷാല്ലാ. അപ്പൊ നമ്മള് തുടങ്ങിക്കളയല്ലേ? സവാരി ഗിരിഗിരി എന്ന സെഗ്മെന്റ് ആണ്. സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ആനന്ദവല്ലിയുടെ കണ്ണടയുടെ പവർ എത്ര എന്നാണ് യമുന റാണിയോട് കൗസല്യ പറയുന്നത്? A 2.5, B 1.7, C 2.3. 2.5, 1.7, 2.3. ടു പോയിന്റ് ആകാനാണ് സാർ കൂട്ടിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. A 2.5. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കുമില്ല. A 2.5 ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. അപ്പോ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ഇന്നലെ ഒരു ബാലേന്ദ്ര മേനോൻ സാറുമായിട്ടുള്ളൊരു ചെറിയ ഒരു പ്രശ്നമോ അടിയോ വഴക്കോ. അയ്യോ എന്റെ ദൈവമേ, വെറുതെ പറയല്ലേ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പ്രേക്ഷകർ അത് കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഇല്ലേ? സത്യമല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ കേൾക്കാൻ വേണ്ടി അടിയും വഴക്കെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയും. ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, എന്താണെന്നുള്ള സത്യസന്ധമായിട്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, സത്യസന്ധമായി പറയും. അത് എനിക്ക് അതിനകത്ത് ഒരു ക്യാരക്ടർ റോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ആളാണ്. നമ്മളിങ്ങനെ ഓഡീഷൻസ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ എൻ്റെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് വേണ്ട പാവം ജീവിച്ചു പോയിക്കോട്ടെ. അച്ഛനാണ് ഇതിനകത്ത് ഭയങ്കര പാഷനേറ്റ്. അച്ഛനാണ് എന്നെ അഭിനയിപ്പിക്കണം, അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ഉള്ളൊരു എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഒരു പടി എപ്പോഴും അച്ഛനാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയുന്നത്. ആ ഒരു ഇതിലായിരുന്നു എന്ന് അറിയണേ. പക്ഷെ ഞങ്ങൾ തിരിച്ചൊന്നും പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ നിന്ന് ചെയ്തു. ആ പടത്തിൽ ത്രൂ ഔട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തു. നമുക്കപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് സ്റ്റേ ചെയ്യാൻ തന്നൊരു ഹോട്ടലുണ്ടല്ലോ, ഞാൻ അച്ഛനും കൂടെ കൊതുക് അടിച്ചോണ്ടിരിക്കുന്നു. ഭയങ്കര കൊതുക്, കിടക്കാനേ പറ്റൂല. എന്നുവെച്ചാ ഒരു ചെറിയ ഇതിൻ്റെ അകത്താണ് ഞാൻ. എന്നിട്ട് ഇപ്പൊ അമ്മയാണ് കേട്ടോ കൂടെ വരുന്നത്. അപ്പൊ അമ്മ എന്നിട്ട് എന്നോട് പറയും, അച്ഛനോടാ നിനക്ക് സ്നേഹം കൂടുതൽ. ഞാൻ പറയും, കൊതുകടിയുള്ളവൻ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ AC കിടക്കുമ്പോ അമ്മ. എൻ്റെ അമ്മേനോട് എപ്പോഴും പറയും. പക്ഷെ ലിറ്ററലി ഇറ്റ് ഹാപ്പൻഡ്. അച്ഛൻ്റെ ഒരു കഷ്ടപ്പാടും അത്രയും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വന്ന പീരീഡ് മൊത്തം ക്ഷമയോടുകൂടി. ഷൂട്ടിംഗ് ഉണ്ട്, ഡെയിലി ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ പോകും, ഒന്നുമില്ല, ബാക്കിൽ കൂടെ അങ്ങനെ നടന്നോളൂ, ഇതിന് വഴി ഇങ്ങനെ നടന്നോളൂ, സോങ് ഉണ്ടാവും ഈ കോർണറിൽ. ഇല്ല, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ശരിക്കും ഇതായിട്ട് പറയല, കാരണം അവരുടെ ഒരു അവസ്ഥയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ആ ഒരു ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരിക്കലും അവരെ അല്ല, പുള്ളിക്ക് എന്നെ അറിയ പോലും ഇല്ലായിരുന്നു. അതാണ് അറിഞ്ഞില്ലേലും ഒരു കുട്ടിയല്ലേ, കുട്ടി ഇങ്ങനെ എന്നും അതുവഴി നടന്നോളൂ, അല്ലെങ്കിൽ അതുവഴി കയറി. ഞാൻ മാത്രല്ല, അവിടെ ഒരു 100 പേരുണ്ട്. അങ്ങനെ 100 പേരുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരാളെ ശ്രദ്ധിക്കാൻ പുള്ളിക്ക് പറ്റില്ല. ഞാൻ സംവിധാനം ചെയ്യും. ബാലേന്ദ്രൻ സാറ് വീണ്ടും തിരിച്ചു വന്ന് ചെയ്ത പടമാണ് ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പോഴും അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ദുബായിലെ ആരോ അല്ലേ എന്റെ പ്രൊഡ്യൂസർ? എനിക്ക് പ്രൊഡ്യൂസറിനെ പറ്റി പോലും അറിയില്ല, ഇതെന്റെ ആണോ എന്തോ. അപ്പം പക്ഷെ ഞാൻ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. കാരണം വീണ്ടും ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ് ആഗ്രഹിച്ചപ്പം സാറിന്റെ ഫ്രെയിമില് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ
എങ്കിലും ഞാൻ സാറിന്റെ ഫ്രെയിമിലൂടെയാണ് വീണ്ടും വന്നത് എന്ന് എനിക്കൊന്നും അതിന്റെയൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. കാരണം സാറിന്റെ ഇതിൽ വന്നവരാരും പോയിട്ടില്ല എന്നാണ്. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ. എനിക്ക് തോന്നുന്നു മേനോൻ ചേട്ടൻ അമ്പലപ്പുഴക്കാരനല്ലേ? അതെ അതെ, അവിടെ ഉണ്ട്. അന്ന് ഞങ്ങൾ സംസാരിച്ചായിരുന്നു. സാറിന് ഓർമ്മയുണ്ടാവില്ല. അപ്പം സവാരി ഗിരിഗിരിയിൽ ഒന്നാമത്തെ ചോദ്യത്തിന് A2.5 എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അപ്പൊ ശ്രുതിയുടെ കൂടെ ചക്കപ്പഴത്തില് കൂടെ ഉള്ള ഒരു അശ്വതിയോ? നാത്തൂന്. നമുക്ക് നാത്തൂനെ ഒന്ന് വിളിച്ചാലോ? ഓ പിന്നെന്താ, വിളിക്കാം, ഒരുമിച്ച് വിളിക്കാം. 1 2 3 4 നാത്തൂനേ. എന്തോ കഷ്ടപ്പെട്ട് പറയുന്നത് എന്തോ. അശ്വതി, വെൽക്കം ടു പറയാം നേടാം. ഞാൻ അശ്വതിയുടെ ഒരുപാട് ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം സുരാജിന്റെ കൂടെ അല്ലേ തുടങ്ങിയത്? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പല ചാനലിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? ഏതെങ്കിലും ഷോയിലാണോ? അതോ നമ്മള് പല ഫ്ലോറുകളിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. മ്യൂസിക് അവാർഡ്സ് പോലെയുള്ള പരിപാടികൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. മാത്രല്ല ഇതിന്റെ തൊട്ട് മുൻപത്തെ ഒരു സൂം മീറ്റിംഗിൽ ഞാൻ ഫ്ലോറിൽ നിന്നിട്ട് സാറ് വീട്ടിലിരിക്കുമ്പോ ഞാൻ സൂം കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പറയാം നേടാം എന്ന ഷോയിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളുടെ ശ്രുതിയാണ് ഇവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളുകളിലാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെ പാചകം ചെയ്യാനൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പം എവറിത്തിങ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചിക്കൻ, എന്ത് ടൈപ്പ് ഓഫ് ചിക്കൻ വേണേലും വയ്ക്കാം. ചിക്കൻ തന്തൂരി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ മഞ്ചൂരിയൻ, അതെല്ലാം അറിയാന്ന് പറഞ്ഞു. മട്ടൻ ചോദിച്ചാൽ മട്ടൻ ലോലിപോപ്സ്, മട്ടൻ എന്തോന്ന് എന്തൊക്കെ വിന്താല, മട്ടൻ വിന്താല, പിന്നെ മട്ടൻ നാടൻ കറി, മട്ടൻ എന്തോന്ന് മുളകിട്ട് വരച്ച്. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയാലോ. അല്ല ഇതൊക്കെ സത്യമാണ്. കഴിക്കാൻ അറിയാന്നാണ് അവള് പറഞ്ഞത്. അതാണ് ഇനി കണ്ടപ്പോഴേ തോന്നിയത്. പക്ഷെ ഒരാള് വന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യണമല്ലോ. അപ്പൊ ഒന്ന് സഹായിക്കണം കേട്ടോ. തീർച്ചയായിട്ടും പറ്റുന്ന പോലെ സഹായിക്കാം.